Let's talk about innovation. Innovation നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് ഇന്നോവേഷൻ്റെ മീനിങ്, പ്രോസസ് ഓഫ് ഇന്നോവേഷൻ, കൺസെപ്റ്റ്സ് ആൻഡ് റിലേഷൻഷിപ്സ്, മെഷർമെൻറ്റ്. സോ ഇന്നോവേഷൻ ഇസ് R&D ഡെവലപ്മെൻറ്റ്, അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആണ്. അത് എല്ലാ സ്പിയറിലും ഉണ്ടെങ്കിലും മെയിൻലി നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് മാനുഫാക്ചറിങ്ങിന്, അത് ബിസിനസ് സർക്കിൾസിലാണ് ഏറ്റവും കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഈവൻ ബിസിനസ് സർക്കിൾസ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ വരും. അപ്പം ഓരോ ഫേമിനും ഓരോ ഗോൾസ് ഉണ്ട്. അപ്പം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ മാക്സിമൈസേഷൻ കാണും, അല്ലെങ്കിൽ സെയിൽസ് മാക്സിമൈസേഷൻ കാണും, അങ്ങനെ ഓരോ ഗോൾസ് ഉണ്ട്, ലൈക്ക് എക്സെട്ര. ഇതെല്ലാം ഫുൾഫിൽ ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് R&D അല്ലെങ്കിൽ റിസർച്ച് ഇന്നോവേഷൻസ് വർക്ക് ചെയ്യുന്നത്. സോ ഈ R&D നമുക്ക് കുറച്ചുകൂടെ ഒരു ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ഡൈവേഴ്സിഫിക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചായിരുന്നു, ഡൈവേഴ്സിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് ഒരു ഫേം ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇന്നോവേഷന് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ന്യൂ പ്രൊഡക്ട്സ് ഇന്നോവേഷൻസ് ഉണ്ടാവാം, ന്യൂ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ന്യൂ മാർക്കറ്റ് ഡിസ്കവറി ഉണ്ടാവാം, ന്യൂ ഫോംസ് ഓഫ് ഇൻഡസ്ട്രീസ് ഉണ്ടാവാം, ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻസ് ഉണ്ടാവാം. സോ ഇതെല്ലാം പലതരത്തിലുള്ള ഇന്നോവേഷൻസ് ആണ്. ഷുംപീറ്ററിൻ്റെ ഇന്നോവേഷൻ തിയറി നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ഇമ്പൾസ് ദറ്റ് സെറ്റ്സ് ആൻഡ് കീപ്സ് ദി ക്യാപിറ്റലിസ്റ്റ് എഞ്ചിൻ ഇൻ മോഷൻ. ഒരു ക്യാപിറ്റലിസ്റ്റ് എഞ്ചിനെ അത് സെറ്റ് ചെയ്യുകയും കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന, മോഷനിൽ കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി ഇസ് ഇൻസ്ട്രുമെൻ്റൽ ഫോർ റാപ്പിഡ് പ്രോഗ്രസ് ഓഫ് എ സൊസൈറ്റി. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി എങ്ങനെ ഇത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ റീസൺ ഇസ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ വഴിയാണ് ദേ ബിക്കം ഓപ്പറേറ്റീവ് ത്രൂ ഇന്നോവേഷൻ വഴിയാണ് ഇത് ചെയ്യുന്നത്. സോ പ്രോസസ് ഓഫ് ഇന്നോവേഷൻ മൂന്നെണ്ണമാണുള്ളത്. വൺ ഇസ് ഇൻവെൻഷൻ, സെക്കൻഡ് ഇസ് ഇന്നോവേഷൻ, ആൻഡ് തേർഡ് ഇസ് ഇമിറ്റേഷൻ. ഇൻവെൻഷൻ എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ന്യൂ ടെക്നോളജി, പുതിയതായിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കുക. എന്താണ് ഉണ്ടാക്കുന്നത്? ഇനി ടൂള് അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് തന്നെ ഒരു ചെയ്യുന്ന രീതി നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എക്യുപ്മെൻറ്റ് നമ്മൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് ഡൂയിങ് അല്ലെങ്കിൽ മേക്കിംഗ് കൊണ്ടുവരുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയുള്ളതാണ്? ഹ്യൂമൻ കേപ്പബിലിറ്റീനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ ഇൻവെൻഷൻസ് എല്ലാം തന്നെ. ഇൻവെൻഷൻ എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ആരാണിത് ചെയ്യുന്നത് എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ, ഹൂ, ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോഡീസ് ആയിരിക്കും, അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും നമുക്ക് ഇന്നോവേഷൻ ചെയ്യുന്നത്. വൈ, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇന്നോവേഷൻ ചെയ്യുന്നത്? ഒന്നുകിൽ സൊസൈറ്റിയുടെ പ്രോബ്ലംസ് തീർക്കാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത് ഫോർ ദ സേക്ക് ഓഫ് എക്സ്ട്രാ പ്രോഫിറ്റ് ഗോളിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് ഇതാണ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോജിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് ഇൻവെൻഷൻ ആണ്. ഇതൊരു മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റാണ്. ഇന്നോവേഷൻ സൊസൈറ്റിയിലോട്ട് ഇറങ്ങി വരുന്നത് ഇൻവെൻഷൻ സൊസൈറ്റിയിലോട്ട് ഇറങ്ങി വരുന്നത് ഇന്നോവേഷൻ വഴിയാണ്. ഒരു എൻ്റർപ്രണർ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്നോവേഷന് വേണ്ടി കൊടുക്കുന്നു. നമുക്ക് രണ്ട് തരത്തിലുള്ള ഇന്നോവേഷൻസ് ആണുള്ളത്. ഒന്ന് പ്രോസസ് ഇന്നോവേഷനും, രണ്ടാമത് പ്രൊഡക്റ്റ് ഇന്നോവേഷനും. പ്രോസസ്സ് എന്ന് പറയുന്നത് വെൻ റിലേറ്റീവ് പ്രൈസ് ഓഫ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ലേബറിൻ്റെ കോസ്റ്റ്, അതായത് വേജ് ചേഞ്ച് ചെയ്തു, അപ്പം ദർ ഇസ് എ ചേഞ്ച് ടു ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മൂവ് ചെയ്യുക. പ്രൊഡക്റ്റ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് മേ ബി സ്റ്റിമുലേറ്റഡ് ബൈ ന്യൂ ടെക്നോളജി, അല്ലെങ്കിൽ റിലേറ്റീവ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ്. എങ്ങനെയാണ് റിലേറ്റീവ് പ്രൈസ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ് ചേഞ്ച് ചെയ്യുന്നത്? ഒന്ന് കൺസ്യൂമർ പ്രിഫറൻസ് വഴി, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് വഴി. അപ്പം ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്ലാൻഡ് തിങ്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നോവേഷനെ കുറിച്ച്. അപ്പോൾ ഇന്നോവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പ്ലാൻഡ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇറ്റ്സ് എ ഡിഫൈൻഡ് ഗോൾ. പിന്നെ ഇന്നോവേഷൻ ഈസ് ആൻ അഡാപ്റ്റേഷൻ. നമ്മൾ ഇപ്പോൾ ഉള്ളതിനെ എക്സിസ്റ്റ് ചെയ്തതിനെ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദെൻ കംസ് ഇമിറ്റേഷൻ, മൂന്നാമത്തെ പോയിൻ്റാണ്. ഇമിറ്റേഷൻ എന്ന് പറയുന്നത് ഇന്നോവേഷൻ ഇല്ലാണ്ട് ഒരിക്കലും ഇമിറ്റേഷൻ നടക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് ഡിഫ്യൂഷൻ. കാരണം ഒരു ഇന്നോവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടുകാർക്ക് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം എന്താ? അത് മാർക്കറ്റിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം ഒരു ഇന്നോവേഷൻ നടക്കുന്നു, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, അതൊരു ഇന്നോവേഷൻ നടത്തുന്ന ആൾ ആണ് ഇമിറ്റേഷൻ എപ്പോഴും ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം
ഡിഫ്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ മാർക്കറ്റ് സ്ട്രക്ചറിനെ അനുസരിച്ച് വ്യത്യാസമായിരിക്കും. ഇപ്പം റിജിഡ് ആയിട്ടുള്ള ഒരു പേറ്റന്റ് സിസ്റ്റം ഒക്കെ ഉള്ള ഒരു ഗവൺമെൻറ് ആണ് എങ്കിൽ ഡിഫ്യൂഷൻ വളരെ കുറവായിരിക്കും. എന്നാൽ ടെക്നോളജി വളരെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, ഇൻഫോർമേഷൻ അസിമെട്രി കുറവാണ്, അങ്ങനെയാണ് എങ്കിൽ റേറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം കൂടുതലായിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് ഇന്നൊവേഷൻ ആക്ടിവിറ്റീസ് ആണ്. എങ്ങനെ നമുക്ക് ഇന്നൊവേഷനെ മെഷർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഇന്നൊവേഷനെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ R&Dനെയാണ് നമ്മൾ R&D ആണല്ലോ. അപ്പം നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് R&D എക്സ്പെൻഡിച്ചേഴ്സ് എങ്ങനെയാണ്, ഇൻപുട്ട് എത്രമാത്രം, ടോട്ടൽ കോസ്റ്റ് അല്ലെങ്കിൽ മണി അല്ലെങ്കിൽ ഫിസിക്കൽ ഐറ്റംസ് എങ്ങനെ വരുന്നു, R&D ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഔട്ട്പുട്ട് കുറച്ചുകൂടി ബെറ്റർ ആവാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു എന്നുള്ളത് നോക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ R&D എക്സ്പെൻഡിച്ചർ, എത്രമാത്രം എക്സ്പെൻഡിച്ചർ നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് എത്രമാത്രം സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർ, ലൈക്ക് നമ്പർ ഓഫ് സയൻറ്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഇൻ R&D ഡിപ്പാർട്ട്മെൻറ്റ് എത്ര എണ്ണമാണ്. നാലാമത്തെ പോയിന്റ് നമ്പർ ഓഫ് പേറ്റന്റ് ഇഷ്യൂഡ് അല്ലെങ്കിൽ സെയിൽ ഓഫ് ന്യൂ പ്രൊഡക്ട്സ്, എത്ര സ്പീഡിൽ സെയിലായിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര സെയിലായിട്ടുണ്ട്, പേറ്റൻറ്റ്സ് ഒരു വർഷം ഇഷ്യൂ ചെയ്ത് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ മേജർ അല്ലെങ്കിൽ മൈനർ ഇൻവെൻഷൻസ് ഓഫ് ഇന്നൊവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയുടെ ഇപ്പം ഫോർ ഫുഡ് വെയർ ഇൻഡസ്ട്രിയിലെ പുതിയ ഇന്നൊവേഷൻസ് എന്തൊക്കെയാണ്, അത് ഒന്നുകിൽ ഇൻഡസ്ട്രി ബേസ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ വിത്തിൻ എ പീരീഡ് ആയിരിക്കാം. പിന്നെന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് സെയിൽ ഓഫ് ന്യൂ പ്രൊഡക്ട്സ്, അങ്ങനെ ഒരു ഇൻഡെക്സ് വെച്ചിട്ട്. പിന്നെ ഫ്രീക്വൻസി ഓഫ് പബ്ലിക്കേഷൻസ് ഇൻ ജേർണൽസ്, നല്ല ജേർണൽസ്, അത് ഇപ്പം എഡ്യൂക്കേഷൻ ഫീൽഡിൽ വരുന്നതാണ്. പിന്നെ കൺവീനിയൻസ് ആൻഡ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദി റിസർച്ചേഴ്സ്, റിസർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതെങ്ങനെ അവരുടെ കൺവീനിയൻസിൽ അവരെന്ത് ചെയ്യും, ഇന്നൊവേഷൻസിനെ ജഡ്ജ് ചെയ്യുന്നു എന്നുള്ളത്. സോ ഈ ടെക്നോളജിക്കൽ ഇന്നൊവേഷൻസിനെ കുറിച്ച് ഒക്കെ ഇപ്പം ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ പ്രോഗ്രസ്സും ടെക്നോളജിക്കൽ പ്രോഗ്രസ്സും രണ്ടാണല്ലോ. അപ്പോൾ ഈ ടെക്നിക്കൽ ഇന്നൊവേഷൻസിനെ കുറിച്ച് ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ഇന്നൊവേഷനാണ് ഈ ഇമ്പ്രൂവ്മെൻറ്റിന് എല്ലാം കാരണം. ഇപ്പം മൻസ്ഫീൽഡിൻ്റെ ഒരു മോഡലുണ്ട്, അതുപോലെ തന്നെ നോഡസിൻ്റെ മോഡലുണ്ട്, അങ്ങനെ ഒരുപാട് മോഡൽ, ബാസലിൻ്റെ മോഡലുണ്ട്. സോ ഇതെല്ലാം R&D വെച്ചിട്ടുള്ളതാണ്. താങ്ക് യു.